കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിനെ അപമാനിക്കുന്നു. എടാ ഡ്രൈവറെ ഇങ്ങോട്ട് വാടാന്ന് പറയും. അങ്ങനെ സുധീഷ് അങ്ങോട്ട് ചെല്ലണം. അപ്പം നിനക്കറിയാം നീ ഡ്രൈവർ എന്നുള്ള കാര്യമല്ലേ. പിന്നെ മാഡത്തിനെ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിൽ പോകണം, പോയി സൂക്ഷിച്ച് കൊണ്ടുപോയിട്ട് വായോ എന്ന് പറയണേ. സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ നിധിര അമ്മയ്ക്ക് ഹേമയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. രാജീവേട്ടാ ഞാൻ പോയി മോളെയും കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ പോകും. എന്നിട്ട് അപ്പോൾ സുധീഷ് ഇങ്ങോട്ട് തിരിഞ്ഞ് പുറത്തേക്ക് നടക്കായിരിക്കും. അപ്പോൾ വീണ്ടും വിളിക്കുന്നു, ഡ്രൈവറെ നിൽക്കാടാ എന്ന് പറയും. എന്നിട്ട് താക്കോലെടുത്ത് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അത് പിടിക്കും. ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരമാവധി അപമാനിച്ച് നമ്മുടെ സുധീഷിനെ ഒരുവിധം ആക്കിടും. പിന്നെ ഹരീഷിനെ കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോവാറായി. അപ്പോൾ ഓരോന്നോരോന്നൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പൊക്കോട്ടെ എന്ന് ഡിക്റ്റോ ചോദിക്കുന്നുണ്ട്. വേണ്ട, നീ അങ്ങനെ ഇപ്പോൾ പോകണ്ട, എല്ലാം പറക്കിയൊക്കെ വെച്ച് വണ്ടികളൊക്കെ എണ്ണം നോക്കി ഇനി ആ വണ്ടിക്കൊക്കെ എന്തൊക്കെ പണിയുണ്ടെന്നൊക്കെ തീരുമാനിച്ച് എഴുതി വെച്ചിട്ടൊക്കെ പോയാൽ മതി. എന്നാൽ പിന്നെ ഞാനിവിടെ ഒക്കെ എടുക്കുക, എന്നിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ച് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതാണ് നല്ലതെന്ന് പറയും. അപ്പോഴാണ് നീതു വണ്ടി ഉന്തിക്കൊണ്ട് വരുന്നത്. ദേ വരുന്നുണ്ടല്ലോ, വണ്ടിക്ക് എന്താ പറ്റിയത്, പിന്നെ കേടായോ, ശരിയാക്കി തന്നതാണല്ലോ എന്നൊക്കെ പറയും ഡിറ്റോ. അപ്പോൾ പറയും, പിന്നെ നിങ്ങളെ വിശ്വസിച്ചും കഴിഞ്ഞിട്ട് ഞാനത് കൊണ്ട് വീട്ടിലേക്ക് പോയതാണ്, വീണ്ടും പണി കിട്ടിയെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹരീഷിന് കാര്യം മനസ്സിലാവുണ്ടായി, വണ്ടിക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വെറുതെ വന്നതാവും എന്ന് പറയും. എന്നാൽ പിന്നെ നിങ്ങൾ പൊക്കോ എന്നിങ്ങനെ ഹരീഷ് പറയും. അതെന്തത്, വണ്ടിയൊക്കെ ഇപ്പോൾ എല്ലായിടത്ത് വെച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അടച്ചിട്ട് പോയാൽ മതി, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. അതല്ലടാ പൊക്കോ, എത്ര നേരമായി നിങ്ങളിങ്ങനെ കുത്തിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളൊന്നിച്ച് നമുക്കൊന്നിച്ച് പോകാമെന്ന് പറയും. എടാ പൊക്കോടാ എന്ന് പറയും. ആശാനെ, അപ്പം ഞങ്ങൾക്ക് ആശാൻ്റെ സൂക്കേട് മനസ്സിലായിട്ടാന്ന് പറയും. ഇതേ രാത്രിന് ഓട്ടോ ചന്ദ്രനെങ്ങാനും ഈ വഴി വന്നാലുണ്ടല്ലോ നിങ്ങളുടെ ഇത് കീറുമെന്ന് പറയും. അപ്പം അറിയും ഇനി പൊക്കോടാന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ മറ്റാൾ വന്നു കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കും. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടാ, ഇതൊന്നല്ല എന്ന് പറഞ്ഞ് അവർ കളിയാക്കി ചിരിച്ചതേ. വേഗം കുടുംബത്തേക്ക് പോകാൻ നോക്കിട്ടാന്ന് അവളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പോകും. എന്നിട്ട് നീതുവിന് ഇപ്പോൾ പറയുന്നത്, എനിക്ക് വിശ്വാസമാവണില്ല, എനിക്ക് ഇയാൾ എന്നെ ഇഷ്ടമാണെന്ന് പറയില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുന്നു സംസാരിക്കുന്നു മനസ്സിലായി, ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഞാനൊരു ഗുഡ് മോർണിംഗ് അയച്ചാൽ അതിന് മറുപടി തിരിച്ചൊരു ഗുഡ് മോർണിംഗ് അയക്കാൻ എന്ത് ഇത്ര താമസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശീലമില്ലല്ലോ, അത് കാരണമാണ്, അതിന് ശീലമായിക്കോളൂട്ടാന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നീതു വണ്ടിയുമ്പോൾ പോണതും പിന്നാലെ ഹരീഷ് കൂടെ പോണതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും നിധിയുടെ വീടിന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കൂടി ഇരുന്നിട്ട്. അപ്പോൾ സുധീഷിന് ചിക്കൻ കറി വിളമ്പി കൊടുക്കുക ഹേമേ എന്നിങ്ങനെ സ്നേഹത്തോടെ പറയുന്ന രാജീവൻ വരിക. അപ്പം നിധി തടയുന്നുണ്ട്, വേണ്ടമ്മേ സുധീഷിന് ആവശ്യമുള്ളത് സുധീഷ് എടുത്ത് കഴിച്ചോളൂ എന്ന് പറയണേ. അതിനുശേഷം സുധീഷ് ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിധി തന്നെ സ്വയം എടുത്തുങ്ങായിട്ട് വിളമ്പി കൊടുക്കണം. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. കഴിക്ക് സുധീഷ് എന്ന് പറയും. വേണ്ട നിധി, എനിക്ക് വേണ്ട, എനിക്ക് മതിയായിട്ടെന്ന് പറഞ്ഞപ്പോൾ അത് സാരില്ല കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ചോദിക്കും സുധീഷേ. അപ്പോൾ അച്ഛൻ വേഗം ചോദിക്കും, സുധീഷേ എത്ര വർഷമായി ഡ്രൈവർ പണി തുടങ്ങിയിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും 5-6 വർഷമായി. അപ്പോൾ കോളേജിൽ നിന്ന് നേരെ പോയത് വളയം പിടിക്കാനുള്ളതെന്ന് പറയും. അപ്പം നിധിക്കത് എന്തൊരു ഫീലിംഗ് പോലെ ആവും. അതെ, കോളേജിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയെന്ന് പറയും. അല്ല ഞാൻ കളിയാക്കി ചോദിച്ചതല്ല കേട്ടോ, കാര്യമായിട്ട് ചോദിച്ചാണെന്ന് പറയും. അപ്പം നിധിക്ക് അറിയായിരുന്നോ സുധീഷ് ട്രാവലറിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് കല്യാണത്തിന് മുന്നേ എന്ന് ചേട്ടൻ ചോദിക്കും. അപ്പോൾ സുധീഷ് ഇങ്ങനെ ആകെ വെട്ടിലാവും. പക്ഷെ സുധീഷിനെ അപ്പം മാനം കെടുത്തണ്ടെന്ന് വിചാരിച്ച് നിധി വേഗം പറയും, എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം പിന്നെ പറയുന്ന രാജീവൻ, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം സുധീഷ് നോക്കി നടത്തി ഇവിടെ നിന്നോ എന്ന് പറയും. സുധീഷ് എന്താ ബിസിനസ് ഒന്നും നോക്കാത്തതെന്ന് പറയും. എനിക്ക് ബിസിനസ് ചെയ്യാം, അതിനും ബിസിനസ് ചെയ്യാൻ വല്ല പ്ലാൻ വേണ്ടേ മനസ്സിൽ എന്ന് അരുൺ കളിയാക്കും. ബിസിനസ് ചെയ്യാനുള്ള പ്ലാനൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അതിനുള്ള പണമില്ല. പിന്നെ ഇപ്പോഴത്തെ ജോലിയുമായിട്ട് ഞാൻ ഹാപ്പിയാണ്, അപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് പറയും. അത് പറയാൻ മാത്രം പറ്റുള്ളൂ എന്ന് അച്ഛനും പറയും. അതൊരു ബാച്ചിലർക്ക് അത് പറ്റും, പക്ഷേ വിവാഹം കഴിഞ്ഞ ഒരാൾക്ക് അത് പറ്റില്ല. വിവാഹം കഴിച്ചൊരു പെൺകുട്ടി നല്ലൊരു വീട്ടിൽ ജനിച്ചൊരു പെൺകുട്ടി ആകുമ്പോൾ അത്രയ്ക്ക് സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ബിസിനസ്സായിട്ട് ഇവിടെ നിന്നോളാൻ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അരുണ് ടെൻഷനായി, ഇവനെങ്ങനെ നിൽക്കുമോ, അച്ഛനെന്താ മനസ്സ് മാറിയ പോലെ സംസാരിക്കണേന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് ശരിയാവില്ല, എനിക്ക് ഈ ബിസിനസ്സിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയും. എന്നാൽ തിരുവനന്തപുരത്ത് അപ്പോൾ നിധിനത് പറയും, അത് വേണ്ടച്ചാ, സുധീഷിനൊരു കുടുംബമൊക്കെ ഉണ്ട്, അവിടേക്ക് പോകണം, അത് ഇവിടെ നിന്നാലൊന്നും ശരിയാവില്ല എന്ന് പറയും. എന്നാൽ തിരുവനന്തപുരത്ത് തുടങ്ങിക്കോ, ഞാൻ റെഡി, പണം മുടക്കാനൊക്കെ എന്ന് പറയും. എന്നിങ്ങനെ എന്നാൽ പറ്റില്ലല്ലോ എന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല എന്ന് സുധീഷ് പറയും. അപ്പോൾ പറയാം ശരി,
എപ്പോഴെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞോളൂട്ടാ എന്ന് പറയും. അതിനുശേഷം പിന്നെ സുധീഷിനെയാണ് കാണിക്കുന്നത്. സുധീഷ് മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ, പക്ഷെ വെറുതെ കാറിലിരുന്ന് അയാളോട് ഇതൊന്നും പറയണ്ടായിരുന്നു. ഇതിപ്പോൾ മകളുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കണം. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ അച്ഛൻ സുധീഷിനെ എത്രമാത്രം സ്നേഹത്തോടെയാണ് നോക്കണേ എന്ന് നിതിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണ് അമ്മായിഷൻ്റെയും അളിയൻ്റെയും. ഇതെന്ത് വീട്ടുകാർ എന്ന് പറയും. എന്നിട്ട് നാളെ ഇനി എന്ത് പാരേന് പണീനെ എങ്ങനെയെങ്കിലും 4 ദിവസം കഴിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിധിയിലൊരു പുഞ്ചിരിച്ചുകൊണ്ടുള്ളൊരു ഫോട്ടോ കണ്ടപ്പോൾ ഈ നരകത്തിൽ എനിക്ക് ആകെ ആശ്വാസം നിൻ്റെ കൂടെ മുറിയിൽ കിടക്കുന്നതാണെന്നൊക്കെ ഫോട്ടോ നോക്കിയൊക്കെ നെടുവീർപ്പ് ഇടുന്നുണ്ട് സുധീഷ്. അതേസമയം തന്നെ ഹാളിൽ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിധി അങ്ങോട്ട് പോകുമ്പോൾ നിധി ഇങ്ങോട്ട് വാമോളെ എന്നറിയും. അങ്ങനെ നിധിനെ വിളിച്ചിരുത്തും. എന്നിട്ട് ഞങ്ങൾ നിൻ്റെ വീട്ടിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയായിരുന്നെന്ന് പറയും. അച്ഛൻ ഒരു ദിവസം നിന്നപ്പോഴത്തേനും അച്ഛൻ അനുഭവിച്ച ടെൻഷനും ബുദ്ധിമുട്ടും എന്നിങ്ങനെ ചേട്ടൻ പറയുന്നത്. അപ്പോൾ നീ അതിൽ ഓക്കെയാണോ മോളെ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ഓക്കെയാണ് അച്ഛാ, എനിക്കതിലൊരു വിഷമമൊന്നുമില്ല. അവരെന്നെ നല്ല രീതിയിലാണ് നോക്കുന്നത്. എനിക്കവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഞാനാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം, എന്നെ മനസ്സിലാക്കി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ചാണ് അവിടെ അവർ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പാണ്. നിൻ്റെ ഇഷ്ടങ്ങൾ നോക്കാഞ്ഞത് ഞാൻ മാത്രമാണല്ലേ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ആ സൂര്യയെ വിവാഹം കഴിക്കാൻ നിന്നോട് പറയരുതായിരുന്നു. അങ്ങനെ എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ നീ എടുത്താ പിടിച്ചാന്ന് പറഞ്ഞ പോലെ നിൻ്റെ വിവാഹം തന്നെ നടത്തിയത്. അതിപ്പോൾ ആകെ കഷ്ടമായല്ലേ മോളെ, ഞാനാണ് നിന്നോട് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇനി അതിൽ കൂടുതലൊന്നും പറയൊന്നും വേണ്ട, അതൊന്നും സാരില്ല, അതൊന്നും ഓർക്കണ്ടെന്ന് പറയും. അപ്പോൾ അമ്മ പറയും അല്ല മോളെ, അച്ഛന് ഇപ്പോൾ എപ്പോഴും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, നിന്നോട് തെറ്റ് ചെയ്തു. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ കല്യാണം കഴിപ്പിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നാട്ടുകാരറിയലെ കല്യാണം നടത്തേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റി മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മയും അങ്ങോട്ട് അഭിനയിച്ച് തകർക്കണ്. അപ്പോൾ നിധി ഇങ്ങനെ ഏട്ടത്തി പറഞ്ഞത് ആലോചിക്കുന്നു. ഇതൊരു വിവാഹം ഒറിജിനൽ വിവാഹമല്ല, ഞാൻ അംഗീകരിച്ചിട്ടില്ലാത്തതാണ്, ഇതൊക്കെ അച്ഛനോട് പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നിധി. പിന്നെ കാണിക്കുന്നത് പ്രമോയുടെ ഭാഗത്ത് നമ്മുടെ ഹരീഷ് ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീതുവിനോട്, നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിന്നെ വിശ്വസിച്ചോട്ടെ എന്നൊക്കെ നീതു വീണ്ടും ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിന്നാലെ നികേഷ് വന്നിട്ട്, ആഹാ നോമ എന്തായി കാണുന്നത്, ഹരീഷ് മഹാരാജാവ് ഒരു പെണ്ണിനോട് സംസാരിക്കുന്നോ, അതും ഇത്ര സൗമ്യമായിട്ട്, ഇതൊക്കെ വിശ്വസിക്കാവോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് നിധി റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിനോട് പറയുന്ന, അച്ഛൻ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെ അച്ഛൻ എന്നെ സ്നേഹിക്കാൻ മാത്രം എന്ത് സൂത്രപ്പണിയാണ് സുധീഷ് ചെയ്തത് എന്ന് നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും പറ്റില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീഷിനായിട്ട് നിധി പിണങ്ങില്ലേ, അതുകൊണ്ട് തന്നെ എല്ലാം കേട്ട് എന്തൊക്കെ ഇനി വരാൻ പോകണമെന്നൊക്കെ ആലോചിച്ച് നെടുവീർപ്പിട്ട് കിടക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.